നമസ്കാരം. അമ്മമാരുടെ സ്നേഹത്തിന് അളവുകോലില്ല. ചെറുപ്പത്തിലെ വിധവയായ ആ അമ്മ തൻ്റെ ഏക മകനു വേണ്ടിയാണ് ജീവിച്ചത്. അച്ഛനില്ലാത്ത അവനെ വളരെ കഷ്ടപ്പെട്ടാണ് അമ്മ വളർത്തിയത്. പഠനത്തിൽ വളരെ മിടുക്കനായിരുന്ന അവൻ്റെ എല്ലാ ആവശ്യങ്ങളും ഒരു കുറവ് പോലും വരുത്താതെ ആ അമ്മ നടത്തിപ്പോന്നു. ഇപ്പോൾ അവൻ ബിടെക് പാസ്സായി. അവനൊരു ജോലി തരപ്പെട്ടു. തൻ്റെ കഷ്ടപ്പാടെല്ലാം ഫലമണിഞ്ഞല്ലോ എന്നോർത്ത് ആ അമ്മ അത്യധികം സന്തോഷിച്ചു. ജോലി കിട്ടിയിട്ട് 1 മാസമാകുന്നതേയുള്ളൂ. ഒരു ദിവസം അവൻ്റെ മുറി വൃത്തിയാക്കുന്നതിനിടയിൽ അവൻ്റെ മേശപ്പുറത്ത് തുറന്നിരിക്കുന്ന ഒരു പുസ്തകം അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവൻ്റെ 1 മാസത്തെ ചിലവുകളുടെ കണക്കായിരുന്നു അത്. അവൻ വണ്ടിയിൽ പെട്രോൾ അടിച്ചതിൻ്റെയും ഫോൺ റീചാർജ് ചെയ്തതിൻ്റെയും മറ്റും കണക്കുകൾ. അതോടൊപ്പം അമ്മയ്ക്ക് വേണ്ടി ചിലവാക്കിയ കുറച്ച് കണക്കും അതിൽ അമ്മ കണ്ടു. അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ ചിലവാക്കിയത് 250 രൂപ. വീട്ടിലേക്ക് പച്ചക്കറി വാങ്ങാൻ ചിലവാക്കിയത് 108 രൂപ. അവസാനം അവൻ ഇങ്ങനെ എഴുതി: അമ്മ തരാനുള്ളത് 358 രൂപ. ഇത് വായിച്ച അമ്മ ഏറെ വേദനയോടെ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. അല്പസമയത്തിന് ശേഷം ഒരു കുറിപ്പുമായി അവൻ്റെ മുറിയിൽ വീണ്ടും പ്രവേശിച്ച് അവൻ്റെ കണക്ക് പുസ്തകത്തിൽ വെക്കുകയും ചെയ്തു. ജോലി കഴിഞ്ഞ് തിരിച്ചു വന്ന മകനെ പതിവ് പോലെ ഏറെ സ്നേഹത്തോடு തന്നെയാണ് ആ അമ്മ സ്വീകരിച്ചത്. അന്നത്തെ ചിലവുകൾ എഴുതാൻ കണക്ക് പുസ്തകം തുറന്ന മകൻ അമ്മയുടെ ഈ കുറിപ്പ് വായിച്ചു. മകൻ അമ്മയ്ക്ക് കൊടുക്കേണ്ട രൂപയുടെ കണക്കായിരുന്നു അത്. നിന്നെ എൻ്റെ ഉദരത്തിൽ വഹിച്ചതിനുള്ള വാടക 0. പലപ്പോഴും നിനക്ക് അസുഖങ്ങൾ വന്നപ്പോൾ ആശുപത്രിയിലും വീട്ടിലും ഉറക്കമിളച്ച് നിനക്ക് കൂട്ടിരുന്നതിന് 0. എന്നും ഭക്ഷണം പാകം ചെയ്ത് വിളമ്പിത്തരുന്നതിന് 0. വസ്ത്രങ്ങളെന്നും കഴുകിയിടുന്നതിന് 0. അമ്മയുടെ കണക്കിൻ്റെ ലിസ്റ്റ് അല്പം നീണ്ടതായിരുന്നു. അവസാനം മകൻ അമ്മയ്ക്ക് കൊടുക്കേണ്ട ആകെ തുക 0. ആ മകൻ ഇത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അമ്മയുടെ സ്നേഹത്തിന് പകരമായി ഒരു തുകയും മതിയാകില്ല എന്ന് മനസ്സിലാക്കിയ ആ മകൻ അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ അമ്മമാരുടെ സ്നേഹത്തിന് പകരമായി അവർക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? എന്നിട്ടും പലപ്പോഴും നമ്മൾ അവരെ വിലമതിക്കാറുണ്ടോ? അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കാറുണ്ടോ? അവരോട് സംസാരിക്കാൻ പോലും സമയമില്ലാത്തത്ര തിരക്കോട് തിരക്ക്. ഇന്നത്തെ മക്കളെ ന്യൂജൻ മക്കളെന്ന് നമ്മൾ വിളിക്കുന്നെങ്കിൽ നമ്മുടെ അമ്മമാരെല്ലാവരും ന്യൂജൻ അമ്മമാരാണ്. അവർക്കും ന്യൂജൻ ടെക്നോളജികളെല്ലാം പഠിക്കണമെന്നും അതേക്കുറിച്ച് അറിയണമെന്നുമൊക്കെ ആഗ്രഹമുണ്ട്. എന്നാൽ പുറത്തു പോയി അതിനെക്കുറിച്ച് പഠിക്കാനുള്ള സാഹചര്യമൊന്നും അവർക്കൊന്നുണ്ടാവണമെന്നില്ല. ഓൺലൈൻ വഴി മൊബൈൽ റീചാർജ് ചെയ്യാനോ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാനോ നമ്മളോട് എന്തെങ്കിലും സംശയം ചോദിച്ചാലോ മൊബൈലിൽ നിന്ന് ഒന്ന് കണ്ണുയർത്തി അവരെ നോക്കാൻ പോലും നമുക്ക് സമയമുണ്ടാവില്ല. നമ്മളുടെ ജോലി തിരക്കും ഒരു കാരണമാകാം. എത്ര വലിയ ഉദ്യോഗസ്ഥനായാലും നമ്മുടെ ഉദ്യോഗത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുനാളിൽ സ്നേഹത്തോടെ അവർ മടിയിലിരുത്തിക്കൊണ്ട് നമ്മുടെ കുഞ്ഞിളം വിരലുകൾ ചേർത്ത് പിടിച്ച് അവരുടെ സഹായത്താൽ നമ്മൾ എഴുതിയ ആദ്യ അക്ഷരങ്ങളാണെന്ന് നമ്മൾ ഓർക്കണം. എല്ലാ തിരക്കും കഴിഞ്ഞ് അവരെ ശ്രദ്ധിക്കാമെന്ന് വെച്ചാലോ അവർ ചിലപ്പോൾ മൺമറഞ്ഞു പോയിട്ടുണ്ടാകും. അതുകൊണ്ട് അമ്മമാരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ട സമയത്ത് തന്നെ പ്രകടിപ്പിക്കണം. അമ്മയ്ക്ക് സുഖമാണോ? ഒരു വാക്ക് ചോദിച്ചാൽ മതി, അവരുടെ മനസ്സ് നിറയും. എന്ത് നമുക്ക് കിട്ടുന്നു എന്ന് നോക്കിയല്ല, എത്രത്തോളം നമ്മൾ കൊടുക്കുന്നു എന്ന് നോക്കി വേണം സ്നേഹം അളക്കേണ്ടത്. പണ്ടത്തെ അമ്മമാരെ പോലെ തങ്ങളുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും മക്കൾക്കും കുടുംബത്തിനു വേണ്ടി കുഴിച്ചുമൂടി നിരാശയോടെ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നവരാകാതിരിക്കട്ടെ ഇന്നത്തെ അമ്മമാർ. അവരുടെ കഴിവുകളും മോഹങ്ങളും എന്തെന്ന് കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല മക്കളാകാൻ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഊഴിയിൽ വന്നു പിറക്കുന്നതിൻ മുൻപ് സ്വപ്നത്തിലെന്നെ നീ കണ്ടതല്ലേ? ഉള്ളിൽ കിടന്നു ഞാനൊന്നുലഞ്ഞപ്പോൾ എൻ കാൽപാദം തട്ടി നീ വേദനിച്ചു. എങ്കിലും ഞാൻ തന്ന നോവുന്മാദമാക്കി നീ പുഞ്ചിരിച്ചു. ചൂടുന്ന പൂവും ഘനമായി തോന്നുന്ന കാലത്തും നീ എന്നെ സ്വപ്നം കണ്ടു.
എല്ലുമുറിയുന്ന വേദനയ്ക്കുള്ളിലും എൻ രോദനം കേട്ടു പുഞ്ചിരിച്ചു. നിന്നുടെ മാറിലെ സ്നേഹം നുകർന്നു മോണകൾ കാട്ടി ഞാൻ പുഞ്ചിരിക്കേ. ഈരേഴു ലോകവും വിജയിച്ച പോലെ നീ അമ്മയായി ദേവിയായി ചേർത്തണച്ചു.